ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകാൻ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ അതിലേറ്റവും വേദനിപ്പിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അവിഹിതം ഒരു ദിവസം കൊണ്ട് തുടങ്ങുന്നതല്ല. ചെറിയ അകലം, ചെറിയ രഹസ്യങ്ങൾ, ചെറിയ അവഗണന അവ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അഫെയർ, അതായത് മോശപ്പെട്ട അഫെയർ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ എനിക്ക് തന്നെ പ്രേരണ ഉണ്ടായെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ നമ്മൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഇത്തരം അഫെയറുകൾക്ക് ശേഷമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളോട് ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? നമ്മൾ എന്തൊക്കെയാണ് ജീവിക്കാൻ വേണ്ടി വേണ്ടതെന്ന് ചിന്തിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ പാടില്ല. നമ്മളെപ്പോഴും സംസാരിക്കാം, അതായത് തുറന്ന് സംസാരിക്കുക, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് പലരും ചെയ്യുന്ന വലിയ തെറ്റാണ് ചെറിയ വിഷമങ്ങൾ ഉള്ളൊതുക്കിയിട്ട് അകലം പാലിക്കാം. ആ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളായി വരുമ്പോൾ പോലും പറയാതിരിക്കും പാർട്ട്ണറിനോട്. ഇത്ര സംഭവങ്ങൾ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നോ എന്താണ് ഇമോഷനെന്നോ അവർക്ക് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാത്തോളം കാലം അവരൊരിക്കലും നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നില്ല, അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, തുറന്ന് സംസാരിക്കുക എന്തുണ്ടെങ്കിലും. അതുപോലെ തന്നെ ടൈം കൊടുക്കുക. അതായത് നമ്മൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ലവ് മാരേജ്, അറേഞ്ച് മാരേജ് രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ ഈ അറേഞ്ച് മാരേജ് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമുക്ക് കുറച്ച് സെറ്റ് ആവുന്നത്. പരസ്പരം രണ്ടുപേർ തമ്മിൽ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ആവുന്നത്. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസി ആയാലും കോൾ ചെയ്യാൻ ശ്രമിക്കുക, മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക, ചെറിയ രീതിയിൽ കെയർ കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സമയം കുറച്ച് എടുക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടി, സെറ്റാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് അതുപോലെ തന്നെ അപ്രീസിയേഷൻ, അതായത് അവരെ അനുമോദിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ അവരെ നല്ല രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലെ അഭിനന്ദിക്കുക. അത് അവർക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സീക്രട്സ് ഒഴിവാക്കുക, അതായത് ഫോൺ ഒളിപ്പിക്കുക, ചാറ്റ് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരാളോട് സ്വന്തം പാർട്ട്ണറോടൊപ്പം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും ഇതേപോലെ സേഫ് സോൺ തേടി പോകും. അതായത് എനിക്കിവിടെ പറയാനുള്ളൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു പക്ഷി സ്വന്തം കൂട് സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പക്ഷി ആ കൂട് ഉപയോഗിച്ചിട്ട് വേറെ കൂട്ടിലേക്ക് പോകും, വേറെ കൂടും തേടി പോകും. കാരണം ആ ഒരു പക്ഷിക്ക് എന്താ വേണ്ടത്? സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ കീഴിൽ സേഫ് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ സേഫ് അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ഇവിടെ നിൽക്കില്ല. കുറച്ച് സമയം നിന്നോന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മാസം നിന്നോന്ന് വിചാരിക്കാം, പക്ഷെ പെട്ടെന്ന് ഒരകന്ന് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ കഴിയുന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ റെസ്പെക്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന സംഭവം അതുകൂടി നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നവരായിരിക്കാം നമ്മൾ. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത്
വിട്ടുപോകൊണ്ടായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ വിട്ടുപോകൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളെ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ലോയാലിറ്റിയാണ്. അവിടെ സ്നേഹത്തിനാണ്ട് കൂടുതൽ വിശ്വാസമാണ് ആവശ്യം. അതുകൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സഹായിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ വാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.